അപ്പൊ അത് പ്രസംഗത്തിൽ മാത്രമല്ല വാക്കുകളിൽ ഉണ്ടാവണം എന്നുള്ളത് ഓരോ നേതാവിന്റെയും ധാർമ്മികതയാണ്. അത് അദ്ദേഹം പാലിച്ചിട്ടില്ല എന്ന് നമുക്ക് വ്യക്തമാണ്. ഞാനിപ്പോൾ എന്റെ പരാതിയായിട്ടല്ലെങ്കിലും ഞാൻ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഞങ്ങളുടെ പ്രസിഡന്റ് ആയിരുന്ന അന്നത്തെ MLA ആയിരുന്ന വ്യക്തിയോട് ഞാൻ പറയുമ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും രീതിയിൽ ഒരു അന്വേഷണം നടത്താനോ എന്താണ് സംഭവം എന്ന് ചോദിക്കാനോ അദ്ദേഹം തയ്യാറായിട്ടില്ല. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് ഞാൻ മാത്രമായിരിക്കില്ല എന്ന് പറഞ്ഞത്. കാരണം ആ സമയത്തും മോശം അനുഭവം ഉണ്ടായ സ്ത്രീകൾ ശ്രീ ഷാഫി പറമ്പിലിനോട് പറഞ്ഞിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എന്നിട്ടും അദ്ദേഹത്തെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആക്കണമെന്നും അദ്ദേഹം മാറി നിന്നാൽ പാലക്കാടത്തെ MLA ആക്കണമെന്നും വാശി പിടിച്ച ഒരേ ഒരാൾ ഷാഫി പറമ്പിലാണ്. എന്തുകൊണ്ടാണ് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന വ്യക്തി ശ്രീ ഉമ്മൻചാണ്ടിയുടെ അറിവ് ശിഷ്യനല്ലേ? ഉമ്മൻചാണ്ടി നിർദ്ദേശിച്ച യൂത്ത് കോൺഗ്രസിന്റെ കാൻഡിഡേറ്റ് പ്രസിഡന്റ് എന്ന് പറയുന്നത് JS അഖിലാണ്. അല്ലെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ള കോൺഗ്രസ്സുകാരോടൊന്ന് ചോദിക്കും. എന്നിട്ട് അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ശ്രീ ഷാഫി പറമ്പിൽ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഗുരുനാഥനായിട്ടുള്ള അദ്ദേഹം എല്ലാ കാലത്തും ശ്രീ ഉമ്മൻചാണ്ടിയെ അദ്ദേഹത്തിന്റെ ഒരു ദൈവതുല്യം കാണുന്ന അദ്ദേഹം നിർദ്ദേശിച്ച JS അഖിലിനെയൊക്കെ മാറ്റി നിർത്തിയിട്ട് ഈ ഒരു പെൺപീഡകനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ധാർമ്മികതയാണ് ശ്രീ ഷാഫി പറമ്പിലുള്ളത് എന്ന് അദ്ദേഹമാണ് വ്യക്തമാക്കേണ്ടത്. ഷാഫി പറമ്പിലാണോ രാഹുലിന്റെ ബാക്ക്ബോൺ? കോൺഗ്രസിൽ എന്നല്ല, വ്യക്തി ജീവിതത്തിലായാലും എനിക്കങ്ങനെ ഷാഫിഖാൻ ഒരു പൊളിറ്റീഷ്യനായിട്ടൊന്നും അനുഭവപ്പെടാറില്ല. അങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവ് ഒന്നും അനുഭവപ്പെടാറില്ല. വ്യക്തി ജീവിതത്തിൽ ഒരു എൽഡർ ബ്രദർ, ബ്രദർലി എന്നല്ല, എൽഡർ ബ്രദറാണ്. അപ്പൊ ആ തരത്തിൽ രാഷ്ട്രീയത്തിനപ്പുറം എത്രയും ആഴത്ത് പോകാൻ അതൊരു ചാനലിലൂടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന കാര്യം വളരെ ആത്മബന്ധമാണ്. എന്തും ഒരു കാര്യം ഉണ്ടാകുമ്പോൾ ഒരു പ്രതിസന്ധി ഉണ്ടായാലോ നല്ലതായാലും മോശമായാലും ഞാൻ ആദ്യം ഷെയർ ചെയ്യുന്നത് ഷാഫിഖാനോടായിരിക്കും. അപ്പൊ അവിടുന്ന് കിട്ടുമ്പോൾ നമുക്കൊരു ചേട്ടന്റെ സ്ഥാനത്ത് നിന്നിട്ട് കിട്ടുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ആണ്.